പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മളിപ്പോൾ ലോകമൊട്ടാകെ ഈ കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാവരും വീടുകളിൽ കഴിയുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ കോച്ചിങ് ക്ലാസ്സുകളും സ്കൂളുകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ വളരെ പ്രയാസം നിറഞ്ഞ സന്ദർഭത്തിൽ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ നൽകുക എന്നതാണ് ഞാനിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നല്ല വീഡിയോ ക്ലാസ്സുകളും മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ട് 10th CBSE വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ കൊണ്ടോട്ടിയിൽ പ്രവർത്തിക്കുന്ന എന്ന സ്ഥാപനം ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആരംഭിച്ചത്. അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ചാപ്റ്ററുകളും വളരെ വിശദമായിട്ട് പഠിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുകയും ഹോം അസൈൻമെൻറ്റും മറ്റ് എക്സർസൈസുകളും നൽകുകയും ചെയ്യും. ഈ ചാനൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളായ കുട്ടികൾക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലുള്ള എല്ലാവർക്കും ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് CBSE 10th രണ്ടാമത്തെ ചാപ്റ്ററായ പോളിനോമിയലാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഈ പോളിനോമിയൽ എന്ന് പറയുന്ന ചാപ്റ്റർ 9ാം ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ്. ഈ 9ാം ക്ലാസ്സിൽ നമ്മൾ പോളിനോമിയലിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നേ 8ാം ക്ലാസ്സിൽ നമ്മൾ ആൾജിബ്രൈക് എക്സ്പ്രഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഈ വർഷം പഠിക്കുന്ന പോളിനോമിയൽ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ പോളിനോമിയൽ എന്ന ചാപ്റ്റർ എന്താണ് എന്ന് അറിയാൻ അല്പസ്വല്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട അല്പം ചില ബേസ് ക്ലാസ്സുകളാണ് ആദ്യം ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അറിയാം, ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്താണ് ആൾജിബ്രൈക് എക്സ്പ്രഷൻ? എൻ എക്സ്പ്രഷൻ വിച്ച് കണ്ടെയ്ൻസ് വേരിയബിൾസ്. സ്വാഭാവികമായിട്ടും എക്സും വൈയും സെറ്റുമാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന വേരിയബിൾസ്. ഈ വേരിയബിൾസ് ഉൾക്കൊള്ളുന്ന എക്സ്പ്രഷനുകളെയാണ് നമ്മൾ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഉദാഹരണമായി ഇപ്പോൾ x² + 2xy + y², ഇതൊരു ആൾജിബ്രൈക് എക്സ്പ്രഷനാണ്. അതേപോലെ 3xyz ഒരു ആൾജിബ്രൈക് എക്സ്പ്രഷനാണ്. ഒന്നാമത്തെ ആൾജിബ്രൈക് എക്സ്പ്രഷനുകളിൽ 3 ടേമുകളാണുള്ളത്. രണ്ടാമത്തെ ഞാൻ എഴുതിയ എക്സ്പ്രഷനുകളിൽ 1 ടേമേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം, ടേമുകൾ വേർതിരിക്കുന്നത് +or- സൈനാണ്. ഇൻ ബിറ്റ്വീൻ 2 ടേംസ് ദർ ഷുഡ് ബി ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് സിമ്പൽ. നമുക്കറിയാം, ഇതാണ് ആൾജിബ്രൈക് എക്സ്പ്രഷനുകൾ. ഇനി ഈ ആൾജിബ്രൈക് എക്സ്പ്രഷനുകളുടെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്ന് തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ നമ്മൾ ലോവർ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ 10th ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമായി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു പോളിനോമിയൽ, അതാണ് ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ചില എക്സ്പ്രഷനുകളൂടെ എഴുതാം. x² + 2x + 3 √x + 5 x⁵2 + 5x² + 4 x² + y² + z², 1/x + x⁵3. ഇപ്പം ഞാനിവിടെ എഴുതിയ 5 എക്സ്പ്രഷനുകൾ, ഇത് 5ഉം ആൾജിബ്രൈക് എക്സ്പ്രഷനുകളാണ്. നമുക്കറിയാം, ഒന്നാമത്തെ എക്സ്പ്രഷൻ x² + 2x + 3 ഇതൊരു പോളിനോമിയലാണ്. രണ്ടാമത്തെ എക്സ്പ്രഷൻ √x + 5 ഒരു പോളിനോമിയൽ അല്ല. മൂന്നാമത്തേതും പോളിനോമിയൽ അല്ല. നാലാമത്തേത് x² + y² + z² ഒരു പോളിനോമിയലാണ്. അഞ്ചാമത്തേത് പോളിനോമിയൽ അല്ല. അപ്പോൾ പോളിനോമിയൽ ആയത് ഞാൻ എന്ത് ചെയ്യാം? ഒന്ന് ടിക്ക് ചെയ്യാം. ഇത് പോളിനോമിയലാണ്, ഇത് പോളിനോമിയൽ അല്ല,
ഇതും പോളിനോമിയൽ അല്ല, ഇത് പോളിനോമിയൽ ആണ്, ഇത് പോളിനോമിയൽ അല്ല. അപ്പോൾ പോളിനോമിയൽ ആവാനും ആവാതിരിക്കാനുള്ള സാഹചര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ പോളിനോമിയൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഞാനിവിടെ എഴുതിയ 1ാമത്തെയും 4ാമത്തെയും പോളിനോമിയൽ 2 ടൈപ്പിലുള്ളതാണ്. അതായത് ആദ്യത്തെ പോളിനോമിയൽ ഒരൊറ്റ വേരിയബിൾ മാത്രമേ ഉള്ളൂ, അതായത് എക്സ് എന്ന വേരിയബിൾ മാത്രമേ ഉള്ളൂ. 2ാമത്തെ പോളിനോമിയലിൽ എക്സ്, വൈ, സെഡ് എന്നീ 3 വേരിയബിൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോളിനോമിയൽ എന്താവാം? 1 വേരിയബിൾ വരാം, മോർ ദാൻ 1 വേരിയബിളും വരാം. പോളിനോമിയൽ അല്ലാത്ത സാഹചര്യം നമ്മൾ നോക്കേണ്ടത് എല്ലാ ആൾജിബ്രൈക് എക്സ്പ്രഷനുകളും പോളിനോമിയലുകളല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. പോളിനോമിയൽ ആവാനുള്ള കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ പവർ ഓഫ് ദ വേരിയബിൾ ഫ്രീ ഫ്രം റാഡിക്കൽസ് ആൻഡ് ഫ്രാക്ഷൻസ്. പവർ ഫ്രാക്ഷൻ വരാൻ പാടില്ല, വേരിയബിൾ റൂട്ടിനുള്ളിൽ വരാൻ പാടില്ല, അതേപോലെ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ എന്ന ഫോമിൽ വേരിയബിൾ വരാൻ പാടില്ല. വേരിയബിൾ ഡിനോമിനേറ്ററിൽ വരിക, ഒരു റാഷണൽ ഫോമിൽ വേരിയബിൾ വരാൻ പാടില്ല. ഇങ്ങനൊന്നും വന്നു കഴിഞ്ഞാൽ അതെന്താവില്ല? പോളിനോമിയൽ ആവില്ല. അപ്പോൾ പോളിനോമിയൽ ആവണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഒരു എക്സ്പ്രഷൻ പോളിനോമിയൽ ആവുക പറഞ്ഞാൽ അത് ടേമുകളിലെ കോഎഫിഷ്യൻസ് നമുക്ക് റിയൽ നമ്പേഴ്സ് ഏതുമാവാം. നെഗറ്റീവ് നമ്പർ ആവാം കോഎഫിഷ്യൻസ്, പോസിറ്റീവ് നമ്പർ ആവാം, ഫ്രാക്ഷൻസ് ആവാം, ഡെസിമൽസ് ആവാം. കോഎഫിഷ്യൻ്റെ കാര്യം നമുക്ക് ഇനി റിയൽ നമ്പർ. എന്നാൽ പവർ ഓഫ് ദ വേരിയബിൾ എന്തായിരിക്കണം? നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ആവണം. അപ്പോൾ പവറുകൾ, ഒരു എക്സ്പ്രഷനിലെ പവറുകൾ നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ആയി വരുന്ന, കോഎഫിഷ്യൻസ് റിയൽ നമ്പേഴ്സ് ആയി വരുന്ന ഏതൊരു ആൾജിബ്രൈക് എക്സ്പ്രഷനും പോളിനോമിയലാണ്. നമ്മൾ 10th ചാപ്റ്ററിൽ പോളിനോമിയൽ ഇൻ സിംഗിൾ വേരിയബിളിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ പോളിനോമിയൽ ഇൻ സിംഗിൾ വേരിയബിൾ എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ് നമുക്കിനി കൂടുതൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക, 1ാമത്തത് 0 എന്ന് പറയുന്നത് ഒരു പോളിനോമിയലാണ്. ദിസ് പോളിനോമിയൽ ഈസ് കാൾഡ് സീറോ പോളിനോമിയൽ. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഓൾ റിയൽ നമ്പേഴ്സ് റിയൽ നമ്പേഴ്സ് നമ്മൾ സാധാരണ ഇതിൽ ആർ എന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ഓൾ റിയൽ നമ്പേഴ്സ് ആർ പോളിനോമിയൽസ്. ദേ ആർ കാൾഡ് കോൺസ്റ്റന്റ് പോളിനോമിയൽസ്. എന്താണ്? കോൺസ്റ്റന്റ് പോളിനോമിയൽസ്. കോൺസ്റ്റന്റ് പോളിനോമിയൽസ്. കോൺസ്റ്റന്റ് പോളിനോമിയൽസ്. ഇനി നമുക്ക് പോളിനോമിയലുകൾക്ക് നമ്മൾ നെയിമിങ് ശ്രദ്ധിക്കുക. പോളിനോമിയലിനെ സാധാരണ ഇതിൽ 2 രീതിയിൽ നെയിം ചെയ്യാറുണ്ട്. ഒന്ന്, നമ്പർ ഓഫ് ടേംസിന്റെ അടിസ്ഥാനത്തിൽ പോളിനോമിയലിനെ നെയിം ചെയ്യാറുണ്ട്. ഇപ്പൊ നമുക്കറിയാം മോണോമിയൽ, ബൈനോമിയൽ, ട്രൈനോമിയൽ, ഇങ്ങനെ നമ്പർ ഓഫ് ടേംസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോളിനോമിയലിനെ നെയിം ചെയ്യാറുണ്ട്. ഇനി ഡിഗ്രിയുടെ ബേസിലും പോളിനോമിയലിനെ നമുക്ക് എന്ത് ചെയ്യാം? നെയിം ചെയ്യാം. ഇപ്പൊ 0 എന്ന് പറയുന്ന സീറോ പോളിനോമിയലിന്റെ ഡിഗ്രി കനോട്ട് ബി ഡിഫൈൻഡ്. കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെ എല്ലാ കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെയും ഡിഗ്രി 0 ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 3 എന്ന് പറയുമ്പോൾ നമ്മൾ 3x⁻⁴ എന്നാണ് എഴുതുക. അപ്പൊ എക്സിന്റെ പവർ ഇവിടെ 0 ആണ്, അതുകൊണ്ട് ഇതിന്റെ ഡിഗ്രി 0 ആണ്. അതേപോലെ നമ്മളിപ്പോ സപ്പോസ് വി ആർ √2 ഒരു എഴുതാൻ വെച്ചോളൂ. ദിസ് ഈസ് എ പോളിനോമിയൽ, കോൺസ്റ്റന്റ് പോളിനോമിയൽ. കാരണം √2നെ നമുക്ക് എന്ത് ചെയ്യാം? √2x⁻⁴ എഴുതാം, 1/2x⁻⁴ എഴുതാം, -3/2 എഴുതുമ്പോൾ ഇതൊക്കെ കോൺസ്റ്റന്റ് പോളിനോമിയലാണ്, ഡിഗ്രി 0 ആണ്. ഇനി മൂന്നാമത്തെ കാറ്റഗറി നമുക്ക് പഠിക്കാനുള്ളത് ലീനിയർ പോളിനോമിയൽ. ലീനിയർ പോളിനോമിയൽ ശരിക്കും ശ്രദ്ധിക്കുക. ലീനിയർ പോളിനോമിയൽ നിങ്ങൾ താഴെ ക്ലാസ്സിൽ പഠിച്ചതാണ്, എങ്കിലും നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആവശ്യത്തിന് കണ്ട് പറയാം. ലീനിയർ എന്ന പദം, ദ ടേം ലീനിയർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ലൈൻ. ലൈൻ എന്ന ടേമിൽ നിന്നാണ് ലീനിയർ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം സ്ട്രെയിറ്റ് ലൈൻ,
അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് ലീനിയർ എന്ന് വരാനുള്ള കാരണം? ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോളിനോമിയലിന്റെ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ലീനിയർ പോളിനോമിയലിന്റെ സ്റ്റാൻഡേർഡ് ഫോം. ഓരോ പോളിനോമിയലിനും ഓരോ സ്റ്റാൻഡേർഡ് ഫോം ഉണ്ട്. അപ്പോൾ ലീനിയർ പോളിനോമിയലിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഓഫ് എക്സ് എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. നമുക്ക് ബ്രാക്കറ്റിൽ ഇതിന്റെ കണ്ടീഷൻ എഴുതാം, എ നോട്ട് ഈക്വൽ ടു 0. എന്താ കണ്ടീഷൻ അങ്ങനെ എഴുതാൻ കാരണം? എ കോമ ബി ബിലോങ്സ് ടു ആർ. ബിലോങ്സ് ടു ഈ സിമ്പിൾ ബിലോങ്സ് ടു എന്ന് പറഞ്ഞാൽ മെമ്പർ എന്നർത്ഥം. റിയൽ നമ്പേഴ്സിൽ മെമ്പർ ആണ്. അപ്പൊ ഇതാണ് ലീനിയർ പോളിനോമിയൽ. ഈ ലീനിയർ പോളിനോമിയലിന്റെ ഒരു പ്രത്യേകത ഉണ്ട് ഇതിന്. നമുക്കറിയാം ലീനിയർ പോളിനോമിയലിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ലീനിയർ പോളിനോമിയൽ ഇൻ സിംഗിൾ വേരിയബിൾ ആണ്. ഇതിന്റെ പവർ 1 ആണ്. ഒരേ ഒരു വേരിയബിൾ, ദ ഡിഗ്രി ഈസ് 1. അപ്പോൾ ഒരു വേരിയബിൾ ഉള്ളതും ഡിഗ്രി 1 ആയതുമായ ഒരു പോളിനോമിയലിനെയാണ് നമ്മൾ ലീനിയർ പോളിനോമിയൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ഈ ലീനിയർ പോളിനോമിയലിന് ഗ്രാഫ് ഷുഡ് ബി എ സ്ട്രെയിറ്റ് ലൈൻ. അതിന്റെ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ഞാനിപ്പോൾ ഒരു പോളിനോമിയൽ, ലീനിയർ പോളിനോമിയലിന്റെ പിന്നെ ഒരു ഗ്രാഫ് വരച്ചു നിരിച്ചോളൂ. സപ്പോസ് നമുക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നമ്മൾ x+2 ഒരു ലീനിയർ പോളിനോമിയലാണ്. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് സാധാരണ ഇതിന് ഗ്രാഫ് വരച്ചു നിരിച്ചോളൂ. y ഈക്വൽ ടു x+2. ഒരു ഗ്രാഫ് വരക്കാൻ മിനിമം 2 പോയിന്റുകൾ മതി. 2 പോയിന്റുകൾ ഉണ്ടെങ്കിൽ നമുക്കൊരു ഗ്രാഫ് വരക്കാം. അപ്പൊ പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ ആണ് x+2. ഞാൻ ഇതിന്റെ ഗ്രാഫ് വരക്കാൻ പോവാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഗ്രാഫ് വരക്കുമ്പോൾ എക്സും വൈയും വേണം. അപ്പൊ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ y കൊണ്ട് റെപ്രസെന്റ് ചെയ്താൽ y ഈക്വൽ ടു x+2 എന്നായി. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? എക്സിന്റെ വാല്യൂ 0 കൊടുക്കുന്നു. വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, നമ്മൾ 0 കൊടുക്കുമ്പോൾ ഇവിടെ 0 ആയി. 0+2 y ഈക്വൽ ടു 2 എന്നായി. അപ്പൊ നമുക്ക് ഒരു കോർഡിനേറ്റ് കിട്ടി, 0,2. ഇനി ഞാൻ വൈയുടെ വാല്യൂ 0 കൊടുക്കുകയാണ്. പുട്ട് y ഈക്വൽ ടു 0. അപ്പൊ y ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എന്തായിരിക്കും? 0 ഈക്വൽ ടു x+2. അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയാണ്? x ഈക്വൽ ടു -2 ആണ്. അപ്പൊ x ഈക്വൽ -2 ആകുമ്പോൾ രണ്ടാമത്തെ കോർഡിനേറ്റ് കിട്ടി -2 0. 2 കോർഡിനേറ്റ്സ്. ഇനി നമ്മൾ നോക്കാം, നമ്മൾ ഇതിന്റെ ഗ്രാഫ് വരക്കാൻ ശ്രമിച്ചാൽ ഇത് ഒറിജിൻ ആണ്. 1 2 3 so on, -1 -2 -3 etc. 1 2 3 4 etc. -1 -2 -3 etc. നമ്മളെ ഫസ്റ്റ് പോയിന്റ് 0,2 ആണ്. 0,2 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആക്സിസ് 0യും y2മാണ്. അപ്പൊ എക്സ് ആക്സിസ് 0 ഇതാണ്, y2 ഇവിടെയാണ്. അപ്പൊ നമുക്ക് ഈ പോയിന്റ് ഇതാണ്. ഇനി അടുത്ത പോയിന്റ് ഏതാണ്? x-2. x-2 പറഞ്ഞാൽ ഇതാണ് -2. y0 എന്ന് പറയുമ്പോൾ ഈ ആക്സിസിൽ തന്നെ ആയിരിക്കും. അപ്പൊ ഇതാണ് അടുത്ത പോയിന്റ്. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് എന്ത് കിട്ടും? ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഈ സ്ട്രെയിറ്റ് ലൈനെയാണ് നമ്മൾ x+2 എന്ന് പറയുന്നത്. ഇതാണ് x+2 എന്ന് പറയുന്ന പോളിനോമിയലിന്റെ ഗ്രാഫ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലീനിയർ പോളിനോമിയലിന്റെ ഗ്രാഫ് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കുന്നു. എല്ലാവർക്കും കാര്യം ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പൊ ഇതാണ് ലീനിയർ പോളി. ഇനി നമ്മൾ ലീനിയർ പോളിനോമിയലുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ അഡീഷണൽ പഠിക്കാനുണ്ട്. അതിനാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്, സീറോ ഓഫ് എ ലീനിയർ പോളിനോമിയൽ. നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സംഗതി ഉണ്ട്. എല്ലാ കുട്ടികളും, മിക്ക കുട്ടികൾക്കും സീറോ എന്ന് പറയുമ്പോൾ ആ കൺസെപ്റ്റ് ശരിക്കും ക്ലിയർ ആയിട്ടുണ്ടാവില്ല. ചിലവർ വിചാരിക്കുന്നത് ദ നമ്പർ 0 ആണ് ഈ 0 എന്ന് പറയുന്നത്. കാരണം 0ന്റെ അതേ സ്പെല്ലിംഗ് ആണ്. അപ്പോൾ ദ നമ്പർ 0 എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ആക്ച്വലി അതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് 0 എന്ന് പറഞ്ഞാൽ എന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആവും. അപ്പൊ ഞാനൊരു പോളിനോമിയൽ എടുത്തു. p of x is equal to 2x
മൈനസ് 6 ഇതൊരു പോളിനോമിയൽ, ലീനിയർ പോളിനോമിയലാണ്. ഞാനിവിടെ എക്സിനൊരു വാല്യൂ കൊടുത്തു, എക്സിൻ്റെ വാല്യൂ 3 എന്ന് കൊടുത്തു. അപ്പോൾ 3 എന്ന് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പി ഓഫ് എക്സ് എന്ത് കിട്ടും? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 × 3 - 6 എന്ന് പറഞ്ഞാൽ 6 - 6 വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇപ്പൊ എനിക്ക് 0 കിട്ടിയത് x = 3 എന്നുള്ള വാല്യൂ കൊടുത്തപ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയാ? ദിസ് x = 3 ഈസ് കാൾഡ് 0 ഓഫ് ദിസ് പോളിനോമിയൽ. അപ്പൊ എന്താ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോളിനോമിയലിന്റെ വാല്യൂ 0 ആവാൻ വേണ്ടി നമ്മൾ x എന്ന വേരിയബിളിന് കൊടുക്കുന്ന വാല്യൂവിനെയാണ് നമ്മൾ 0 എന്ന് പറയുന്നത്, അല്ലാതെ ദ നമ്പർ 0 അല്ല. 0യും ഒരു പോളിനോമിയലിന്റെ 0 ആയി വരാം, അത് വേറെ വിഷയം. നോക്കൂ, ഇപ്പൊ എക്സാമ്പിൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5x, ഇതൊരു ലീനിയർ പോളിനോമിയലാണ്. ഇവിടെ നമ്മൾ എക്സിന് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് 5 × 0 വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ x = 0യും എന്താണ്? ഈ പോളിനോമിയലിന്റെ 0 ആണ്. അപ്പൊ 0 എന്ന് പറഞ്ഞാൽ എന്താ? എനി റിയൽ നമ്പർ വിച്ച് satisfies the polynomial and we get 0. 0 കിട്ടാൻ വേണ്ടി എക്സിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂവിനെയാണ് നമ്മൾ 0 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും ഷോർട്ടാക്കി വേണമെങ്കിൽ എങ്ങനെ പറയാം? ഇൻ പി ഓഫ് എക്സ് if p of a equal to 0 then x equal to a is called 0. Done. ഒരു പോളിനോമിയൽ പി ഓഫ് എക്സ് എന്ന പോളിനോമിയൽ പി ഓഫ് എ 0 ആയാൽ x equal to a, നമ്മൾ കൊടുത്ത a എന്ന് പറയുന്ന വാല്യൂവിനാണ് നമ്മൾ 0 എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എത്തുമ്പോൾ ax + b എന്ന് പറയുന്നതാണ് ഒരു ലീനിയർ പോളിനോമിയലിന്റെ സ്റ്റാൻഡേർഡ് ഫോം നമുക്ക് മനസ്സിലായി. അപ്പൊ ax + b ആണ് ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോം. ഇതിന്റെ വാല്യൂ 0 ആവണമെങ്കിൽ നോക്കൂ നിങ്ങൾ, എക്സിന് നമ്മൾ എന്ത് കൊടുത്താൽ ഇതിന്റെ വാല്യൂ 0 ആവും. അപ്പൊ ഞാൻ ഈ എക്സിന്റെ വാല്യൂ ഇപ്പൊ a × -b/a കൊടുത്താൽ +b നോക്കും. നോക്കൂ, എന്റെ കോഎഫിഷ്യന്റ്, എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് a, അവിടെ ഉണ്ട് a × x ഞാൻ -b/a എന്ന് കൊടുത്തു +b. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓട്ടോമാറ്റിക്കലി ഈ a കട്ട് ചെയ്താൽ -b + b = 0. അപ്പൊ എന്താണ് ഇവിടുത്തെ 0? ax + b എന്നുള്ളതിന്റെ 0 ആണ് x = -b/a. ഇതാണ് x = -b. ഇതിപ്പോ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. അതായത് ax + b = 0. ax is equal to -b, x is equal to -b/a. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഒരു ലീനിയർ പോളിനോമിയലിന്റെ 0 കാണാൻ -b/a കണ്ടാൽ മതി. -b/a ഈസ് ദ, അത് മാത്രമല്ല ഒരു ലീനിയർ പോളിനോമിയലിന് നിങ്ങൾ മനസ്സിലാക്കുക, ഡിയർ സ്റ്റുഡൻസ് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ലീനിയർ പോളിനോമിയലിന് ഒരേ ഒരു 0 മാത്രമേ ഉണ്ടാവുള്ളൂ, ഓൺലി 1 0. അപ്പൊ അത് ആ 0 എന്ന് പറയുന്നത് എന്താണ്? -b/a ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ലീനിയർ പോളിനോമിയലുമായി ബന്ധപ്പെട്ടുള്ള ഈ കാര്യം ശരിക്കും മനസ്സിലാക്കുക. ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഫോം ax + b ആണ്. ലീനിയർ പോളിനോമിയൽ സ്റ്റാൻഡേർഡ് ഫോം ax + b ആണ്. ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. എയുടെ വാല്യൂ എന്താകാൻ പാടില്ല? കോഎഫിഷ്യന്റ് ഓഫ് a 0 ആവാൻ പാടില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് ഒരേ ഒരു 0 മാത്രമേ ഉള്ളൂ. ആ 0 -b/a ആണ്. ആ 0 കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നമ്മൾ മനസ്സിലാക്കി. എന്താണ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോളിനോമിയലിൽ x നമ്മൾ വില കൊടുക്കുമ്പോൾ ആ പോളിനോമിയലിന്റെ വാല്യൂ 0 ആയാൽ മതി. ഓക്കെ, എല്ലാവരും ഒരു 0 കണ്ടുപിടിക്കാനുള്ള ഒരു 4-5 പ്രോബ്ലം എഴുതിയെടുക്കുക. ഒന്നാമത്തെ പ്രോബ്ലം, ഫൈൻഡ് ദ 0. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് 0 ഓഫ് ദ polynomial. Find 0 of the polynomial. ഒന്നാമത്തത് p of x is equal to 3x + 5. Second one,
P of x is equal to 2x minus 3. Third one, P of x is equal to 5 by 2x plus 4. Fourth one, P of x is equal to x by 2 minus 3. Fifth one, P of x is equal to root 2x plus 3. ഈ 5 പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്യുക, അസൈൻമെൻ്റ് ആയിട്ട് പ്രോബ്ലംസ് വർക്കൗട്ട് ഹോംവർക്കായിട്ട് എഴുതി വെക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എല്ലാവരും എഴുതിയല്ലോ. ഓക്കെ, ഞാൻ അടുത്ത ടേമിലേക്ക് പോവാണ്. അടുത്ത് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുള്ളത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ വിശദമായിട്ട് നോക്കാം. ശരിക്കും ശ്രദ്ധിക്കുക, ഇത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. QUADRATIC, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഇതാണ് നമുക്ക് കാര്യമായിട്ട് പഠിക്കാനുള്ളത്. വളരെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? ഇതാണ് നമ്മൾ ആദ്യം പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ശരിക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ax² പ്ലസ് bx പ്ലസ് c. എന്താണ് കണ്ടീഷൻ? a, b, c belongs to R. റിയൽ നമ്പേഴ്സ് ആണ്. മാത്രവുമല്ല a 0 ആവാൻ പാടില്ല. a 0 ആവാൻ പാടില്ല, ഇതാണ് അതിലുള്ള പ്രധാനപ്പെട്ട കണ്ടീഷൻ. അപ്പൊ a 0 ആവാൻ പാടില്ല എന്താ? b 0 ആവാം, c യും 0 ആവാം. ഫോർ എക്സാമ്പിൾ 3x² പ്ലസ് 5 ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്, കാരണം അതിൽ b ഇല്ല. അതേപോലെ നമുക്ക് 2x² പ്ലസ് 3x ഇതും ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്, കാരണം ഇതിൽ c ഇല്ല. പക്ഷെ a 0 ആവാൻ പാടില്ല. ഇപ്പൊ 0x² എന്നുള്ള ഒരു പ്ലസ് 3x പ്ലസ് 4 എന്ന് പറഞ്ഞാൽ ഇതെന്തല്ല? ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അല്ല. കാരണം 0x² എന്ന ടേം നിലനിൽക്കുന്നതല്ല. അപ്പൊ എന്തായി മാറും? ഒരു ലീനിയർ പോളിനോമിയലായി മാറും. സോ a ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കൺസെപ്റ്റ്. പോയിന്റ് നമ്പർ 1, സ്റ്റാൻഡേർഡ് ഫോം. പോയിന്റ് നമ്പർ 2, ദ ഡിഗ്രി ഓഫ് ദിസ് പോളിനോമിയൽ ഈസ് 2. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഗ്രി എന്നാണ്. ഒരു പോളിനോമിയലിന്റെ നോൺ സീറോ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള ടേമിലെ ഹയസ്റ്റ് പവർ, അതിന് നമ്മൾ ഡിഗ്രി എന്ന് പറയാം. ഹയസ്റ്റ് പവറിനാണ് ഡിഗ്രി എന്ന് പറയാം. ഇതിൽ ഹയസ്റ്റ് പവർ 2 ആണ്, a 0 അല്ല. അപ്പം നോൺ സീറോ കോഎഫിഷ്യന്റുകൾ അടങ്ങിയ ടേമുകളിൽ ഹയസ്റ്റ് പവറിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡിഗ്രി എന്ന് പറയാം. അപ്പൊ ഡിഗ്രി ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈസ് 2. നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട തത്വം. പോയിന്റ് നമ്പർ 2. അപ്പൊ പോയിന്റ് നമ്പർ 2 എന്താണ്? ഡിഗ്രി 2 ആണ്. ഡിഗ്രി 2 ആണ്. മാത്രമല്ല എന്താണ്? 1 വേരിയബിളും കൂടെ. ഡിഗ്രി വിത്ത് 1 വേരിയബിൾ. പോയിന്റ് നമ്പർ 3, ഇതിന്റെ ഗ്രാഫിന് നമ്മൾ പറയുന്ന പേര് വളരെ രസകരമായ പേരാണ്. ദ ഗ്രാഫ് ഈസ് കാൾഡ് പരാബോള. ദ ഗ്രാഫ് ഈസ് കാൾഡ് പരാബോള. വിശദമായിട്ട് നമുക്കൊന്ന് ഗ്രാഫ് വരച്ച് നോക്കാം. പരാബോള എന്നാണ് പറയുക. ഗ്രാഫ് ഈസ് കാൾഡ് പരാബോള. നാലാമത്തെ പോയിന്റ്, ഈ പോളിനോമിയലിന് 3 കാറ്റഗറിയിലാണ് ഈ പോളിനോമിയൽ വരിക. 3 കാറ്റഗറി ശ്രദ്ധിക്കണം. 3 കാറ്റഗറി. എങ്ങനെ 3 കാറ്റഗറി? മാക്സിമം 2 zeros ആണ് ഉണ്ടാവുക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ലീനിയർ പോളിനോമിയൽ ഒരേ ഒരു 0 ഉണ്ടാവുള്ളൂ. എന്നാൽ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന് മാക്സിമം 2 zeros ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? എല്ലാ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിലും 2 zeros ഉണ്ടെന്ന് നമുക്ക് അർത്ഥമാക്കാൻ പറ്റില്ല. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ സീറോസ് there are 3 categories. വിശദമായിട്ട് പഠിക്കേണ്ട സംഭവമാണ്, ഞാൻ പറഞ്ഞുതരാം, മനസ്സിലാക്കിയത് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക്
ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ സീറോ ഓഫ് എ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, സീറോ ഓഫ് എ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, സീറോ ഓഫ് എ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. ഞാൻ പറഞ്ഞു നിങ്ങളോട് 3 കാറ്റഗറീസ് ഉണ്ട്. കാറ്റഗറി 1, 2 ഡിസ്റ്റിങ്ക്റ്റ് ശ്രദ്ധിക്കുക, 2 ഡിസ്റ്റിങ്ക്റ്റ് സീറോസ്. ഡിസ്റ്റിങ്ക്റ്റ് എന്താ? ഡിഫറെന്റ് നടത്തും. 2 ഡിസ്റ്റിങ്ക്റ്റ് സീറോസ്, ഇങ്ങനൊരു കാറ്റഗറി ഉണ്ട്. ഫോർ എക്സാമ്പിൾ x² മൈനസ് 5x പ്ലസ് 6, ഇതിന് 2 ഡിഫറെന്റ് സീറോസ് ആണ്. എങ്ങനെയാണ് അത് കിട്ടുന്നതെന്നൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഞാൻ അതിന്റെ ഒരു 3 കാറ്റഗറി ആദ്യം പറയാണ്, എന്നിട്ട് ആ കാറ്റഗറിക്കുള്ള പ്രത്യേകതയും പറയാം. ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാറ്റഗറി 2 ഈക്വൽ സീറോസ്. 2 ഈക്വൽ സീറോസ് എന്താ? രണ്ടും ഒരേ സീറോസ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം അതിന്? ഓൺലി 1 0. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ x² മൈനസ് 4x പ്ലസ് 4. മൂന്നാമത്തെ കാറ്റഗറി നോ സീറോ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ കാറ്റഗറി 3 സീറോ ഇല്ലാത്ത പോളിനോമിയൽ. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. x² പ്ലസ് എക്സ് പ്ലസ് 1 ഒരു പോളിനോമിയലാണ്. ഞാൻ പറഞ്ഞു സീറോ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? നോ റിയൽ സീറോസ് എന്നാണ് അതിന് മീനിങ് എന്നും അതിന് ഇമാജിനറി സീറോസ് ഉണ്ടെന്നും അത് നമ്മൾ ഹയർ ലെവലുകൾ പഠിക്കേണ്ട കൺസെപ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ നോ സീറോ മീൻസ് നോ റിയൽ സീറോസ്. ഇതാണ് ഈ 3 കാറ്റഗറി. ഇത് എങ്ങനെ തിരിച്ചറിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഞാൻ ഒന്നാമത്തെ കേസ് വിശദമായിട്ട് പറയാൻ പോവാണ്. ശ്രദ്ധിക്കുക. അതായത് ഒന്നാമത്തെ കേസിൽ നമ്മൾ എഴുതിയതാണ് 2 ഡിസ്റ്റിങ്ക്റ്റ് സീറോസ്. അത് എങ്ങനെയാണ് 2 ഡിഫറെന്റ് സീറോസ് ഉള്ള പോളിനോമിയൽ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഈ പോളിനോമിയലിന്റെ സ്റ്റാൻഡേർഡ് ഫോം നമുക്കറിയാം. ax² പ്ലസ് bx പ്ലസ് c ആണ്. ഇതിന് കോഎഫിഷ്യന്റ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് x², a, ഇവിടുത്തെ കോഎഫിഷ്യന്റ് ഓഫ് x² 1 ആണ്. അപ്പൊ നമ്മൾ കോഎഫിഷ്യന്റുകൾ ഇക്വേറ്റ് ചെയ്താൽ a = 1 എന്ന് കിട്ടും, b = -5 എന്ന് കിട്ടും, c = 6 എന്ന് കിട്ടും. നമ്മൾ എന്ത് ചെയ്യുന്നു? കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുക. എന്റെ വാല്യൂ 1 ആണ്, ബിയുടെ വാല്യൂ -5 ആണ്, സിയുടെ വാല്യൂ 6 ആണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് b² മൈനസ് 4ac എന്ന് പറയുന്ന ടേമാണ്. b² മൈനസ് 4ac. ഈ b² മൈനസ് 4ac എന്ന് പറയുന്ന ടേം ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴാണ് 2 ഡിഫറെന്റ് സീറോസ് ഉണ്ടാവുന്നത്. ശരിക്കും ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. b² മൈനസ് 4ac ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതിൽ b² മൈനസ് 4ac ഡിസ്ക്രിമിനന്റ് ആണെന്നും അത് ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കാനുണ്ട്. ഇവിടെ നമ്മൾ പോളിനോമിയൽ പഠിക്കുമ്പോൾ ഇത്ര മാത്രം പഠിച്ചാൽ മതി. b² മൈനസ് 4ac എന്ന കൺസെപ്റ്റ് ഗ്രേറ്റർ ദാൻ 0 ആയാൽ 2 ഡിഫറെന്റ് സീറോസ് ആയിരിക്കും. നോക്കൂ, ഇപ്പൊ നമുക്ക് നോക്കാം, തന്നെ നോക്കാം. b² എന്താ? b² മൈനസ് 5 ഹോൾ സ്ക്വയർ മൈനസ് 4ac 4ac. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 25 മൈനസ് 24 = 1. അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പണ്ടല്ലേ? അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് സീറോസ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, 2 ഡിഫറെന്റ് സീറോസ് ഉണ്ടാവണമെങ്കിൽ ആ പോളിനോമിയലിൽ b² മൈനസ് 4ac എന്നത് ഗ്രേറ്റർ ദാൻ 0 ആവണം, അഥവാ പോസിറ്റീവ് ആകണം എന്നർത്ഥം. ഓക്കെ, ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? യെസ്. ഇനി രണ്ടാമത്തെ ഞാൻ പറഞ്ഞു 2 ഈക്വൽ സീറോസ്. 2 ഈക്വൽ സീറോസിന്റെ കേസിൽ ഞാൻ എഴുതിയ എക്സാമ്പിള് x² മൈനസ് 4x പ്ലസ് 4 എന്നായിരുന്നു.
ഇവിടെ നമ്മൾ കോഎഫിഷ്യന്റുകൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എയുടെ വാല്യൂ 1 കിട്ടും, ബിയുടെ വാല്യൂ -4 കിട്ടും, സിയുടെ വാല്യൂ 4 കിട്ടും. ബി സ്ക്വയർ -4 ഹോൾ സ്ക്വയർ -4ac 16 - 16 which is equal to 0. ഇപ്പൊ എന്താണ് ബി സ്ക്വയർ -4ac 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ബി സ്ക്വയർ -4ac 0 ആയാൽ അഥവാ ഡിസ്ക്രിമിനന്റ് 0 ആയ പോളിനോമിയലിൽ, ഡിസ്ക്രിമിനന്റ് എന്നുള്ള പദമൊന്നും പോളിനോമിയൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല, അത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണെന്ന് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാണ്, ബി സ്ക്വയർ -4ac എന്നത് 0 ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അങ്ങനെയുള്ള പോളിനോമിയലുകൾക്ക് 2 ഈക്വൽ സീറോസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ? ഇനി സീറോസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, കൂടുതൽ മനസ്സിലാക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ കേസ് പറഞ്ഞു, നോ സീറോ. നോ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ റിയൽ സീറോ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് ഞാൻ നേരത്തെ എഴുതിയ എക്സാമ്പിൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. x² + x + 1 എന്നായിരുന്നു ഞാൻ എഴുതിയ പോളിനോമിയൽ. ഈ പോളിനോമിയലിന്റെ ബി സ്ക്വയർ -4ac കണ്ടാൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടുത്തെ വാല്യൂ a = 1 ആണ്, b = 1 ആണ്, സിയും 1 ആണ്. കാരണം 1x², 1x + 1, അപ്പൊ എയും ബിയും സിയും 1 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ബി സ്ക്വയർ -4ac എന്ന് കണ്ടാൽ 1² - 4 × 1 × 1 അഥവാ 1 - 4 which is equal to -3. ഇതിന്റെ വാല്യൂ <0 ആണ്. ഓക്കെ, യെസ്, ഫൈൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കി 3 ടൈപ്പ് പോളിനോമിയൽ ആണ് സെക്കൻഡ് ഡിഗ്രിയിൽ ഉണ്ടാവുക. ലെറ്റ് us conclude സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ 0യുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്യാം. ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന് മാക്സിമം 2 സീറോസ് ഉണ്ടാവുക. അപ്പൊ 2 സീറോസ് ആവാം, അത് ഡിഫറെന്റ് സീറോസ് ആവാം, 2 ഡിഫറെന്റ് സീറോസ്, 2 ഈക്വൽ സീറോസ്. 2 ഈക്വൽ സീറോസ് പറഞ്ഞാൽ എ സിംഗിൾ സീറോ ആൻഡ് നോ സീറോ. ഈ 3 കാറ്റഗറിയാണ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ കാറ്റഗറി ബി സ്ക്വയർ -4ac പോസിറ്റീവ് ആയാൽ അഥവാ >0 ആയാൽ 2 ഡിഫറെന്റ് സീറോസ് ഉണ്ടാവും. ബി സ്ക്വയർ -4ac ഈക്വൽ ടു 0 ആയാൽ ഓൺലി 1 സീറോ ഉണ്ടാവുള്ളൂ. ബി സ്ക്വയർ -4ac <0 അഥവാ നെഗറ്റീവ് ആയാൽ നോ സീറോയുമായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ സീറോസ് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ചാണ് നമുക്ക് ഇനി ആലോചിക്കാനുള്ളത്. കാരണം ഇത് നമ്മൾ വളരെ സീരിയസ് ആയി മനസ്സിലാക്കണം. ഇത് നിങ്ങൾ പഠിച്ചു തന്നെയാണ്, പക്ഷേ 10th ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതിന് ആവശ്യമുണ്ട്. അപ്പൊ ഹൗ ടു ഫൈൻഡ് സീറോ ആണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. ഹൗ ടു ഫൈൻഡ് ദ സീറോസ്. 2 മെത്തേഡാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഒന്നാമത്തെ മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന മെത്തേഡാണ്, മെത്തേഡ് ഓഫ് ഫാക്ടറൈസേഷൻ. പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സീറോസ് കണ്ടുപിടിക്കാം. മെത്തേഡ് ഓഫ് ഫാക്ടറൈസേഷൻ. ഫാക്ടറൈസേഷൻ തന്നെ there are 2 types. 2 types of ഫാക്ടറൈസേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഫാക്ടറൈസേഷൻ x² + a + b × x + ab എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി ആണ് x + a × x + b എന്ന് പറയുന്നത്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ താഴെ ക്ലാസ് പഠിച്ചിട്ടുണ്ട്, 9th പഠിച്ചിട്ടുണ്ട്. x² + a + b × x + ab എന്നതിനെ x + a × x + b, ഇത് രണ്ടും ലീനിയർ ഫാക്ടേഴ്സ് ആണ്. ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. അപ്പൊ ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ ഈ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു ഐഡന്റിറ്റി രൂപത്തിലേക്ക് മാറ്റുന്നതാണ് ഒന്നാമത്തെ ടൈപ്പ്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ നേരത്തെ എഴുതിയ അതന്നെ ഞാൻ വീണ്ടും ഇവിടെ ആവർത്തിക്കും, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എളുപ്പം മനസ്സിലാൻ വേണ്ടി. x² - 5x + 6 ഇതാണ് നമ്മൾ നേരത്തെ എഴുതിയത്. ഞാൻ കാറ്റഗറി 1 എക്സാമ്പിളായി എഴുതിയ പോളിനോമിയലാണിത്. ശരിക്കും ശ്രദ്ധിക്കുക.
ഈ പോളിനോമിയലിൻ്റെ ഫാക്ടറൈസേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പോളിനോമിയലിനെ ഇതുമായി ഒന്ന് കമ്പയർ ചെയ്യും. വി ആർ കമ്പയറിങ് ദിസ് പോളിനോമിയൽ വിത്ത് ദിസ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഇവിടുത്തെ a പ്ലസ് ബി എന്ന് പറയുന്ന വാല്യൂ കോഎഫിഷ്യന്റ്, എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് a പ്ലസ് ബി. ഇവിടുത്തെ എക്സിന്റെ കോഎഫിഷ്യന്റ് -5 ആണ്. ഇവിടുത്തെ കോൺസ്റ്റന്റ് ടേം എ ബി ആണ്, അത് ഇവിടുത്തെ ഇപ്പോൾ 6 ആണ്. അപ്പൊ നമ്മൾ ഇതിൽ നിന്നാണ് എ പ്ലസ് ബി എന്താ, എയും ബിയും രണ്ട് നമ്പേഴ്സ് ആണ്, അവയുടെ സമ്മാണ്. എ ബി എന്താണ്, എയും ബിയും രണ്ട് നമ്പേഴ്സ് ആണ്, അതിന്റെ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നമുക്ക് സം -5 പ്രോഡക്റ്റ് 6 നമുക്ക് എന്ത് ചെയ്യാം? വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് -5, അവയുടെ പ്രൊഡക്റ്റ് 6. വാട്ട് ആർ ദ നമ്പേഴ്സ്? നമുക്കറിയാം -2 ആണ്, -3 ആണ്. കാരണം -2 -3 ആഡ് ചെയ്താൽ നമുക്ക് -5 എന്ന് കിട്ടും. -2 × -3 6 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? രണ്ട് നമ്പറുകളുടെ സമ്മാണ് -5. അപ്പം -2 -3 സമ്മ് -5. രണ്ട് നമ്പറിന്റെ പ്രൊഡക്റ്റ് ആണ് 6. -2ന്റെയും -3ന്റെയും പ്രൊഡക്റ്റ് ആണ് 6. അപ്പൊ നമുക്ക് a = -2, b = -3 രണ്ട് വാല്യൂസ് കിട്ടി. ആ രണ്ട് വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ x + -2 x + -3 എന്ന് കിട്ടും. അഥവാ x + -2 നമ്മൾ അങ്ങനെ എഴുതുക, x - 2 എന്നും x + -3 നമുക്ക് x - 3 എന്ന് എഴുതി കഴിഞ്ഞാൽ ദീസ് ആർ ദ ടു ഫാക്ടേഴ്സ് ഓഫ് ദിസ്. അപ്പൊ ഇതിങ്ങനെ നമ്മൾ എഴുതി ഒന്ന് വിശദമായി ചെയ്യുന്നു വേണ്ട, നമ്മളെ മൈൻഡിൽ വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് x² - 5x + 6 എന്നുള്ളതിനെ മിഡിൽ ടേം സമ്മാക്കി എടുക്കുക. മിഡിൽ ടേമിന്റെ കോഎഫിഷ്യന്റ് സമ്മ്, ലാസ്റ്റ് കോൺസ്റ്റന്റ് ടേം പ്രൊഡക്റ്റ്. ഇത് എന്തേ പറ്റുള്ളൂ നിങ്ങൾ മനസ്സിലാക്കുക. കോഎഫിഷ്യന്റ് ഓഫ് x², ഇവിടെ x² എന്ന് വരുന്ന ടേമുകൾക്ക് മാത്രമേ ഈ ഫാക്ടറൈസേഷൻ പോസിബിൾ ആവുള്ളൂ. ഇവിടെ x² പകരം 1x² പകരം 2a² 3a² വന്നു കഴിഞ്ഞാൽ ഈ ഫാക്ടറൈസേഷൻ പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഫോമിൽ വരുന്ന, അഥവാ x² + a + b × x + ab = x + a × x + b എന്ന ഫോമിൽ വരുന്നത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം കേട്ടോ. ശ്രദ്ധിക്കുക. ടൈപ്പ് 1 രണ്ടാമത്തെ എക്സാമ്പിൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനൊരു സിമ്പിൾ പോളിനോമിയൽ എഴുതാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. x² - 3x + 2 ഇത് നമ്മൾ ഫാക്ടറൈസ് ചെയ്യാൻ വിചാരിച്ചോളൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമ്മ് എന്ന് പറയുന്നത് -3 ആണ്. പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ 2 ആണ്. വാട്ട് ആർ ദ ടു നമ്പേഴ്സ്? നമുക്കറിയാം -1ഉം -2ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -3 ആണ് വരിക. -1ഉം -2ന്റെയും പ്രോഡക്റ്റ് 2 ആയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ x + -1 അങ്ങനെ എഴുതണമെന്നില്ല, ഞാൻ പറയാണ് x + -2 ഇങ്ങനെ വരിക. x + a × x + b ഫോം ആണല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി x - 1 x - 2. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടി പറയുകയാണെങ്കിൽ x² + 6x + 8 ഒരു എക്സാമ്പിൾ. അപ്പൊ നമുക്കിവിടെ സമ്മ് 6 ആണ്, പ്രൊഡക്റ്റ് 8 ആണ്. സമ്മ് 6 ആണ്, പ്രൊഡക്റ്റ് 8 ആണ്. വാട്ട് ആർ ദ നമ്പേഴ്സ്? നമുക്ക് എല്ലാവർക്കും അറിയാം ദീസ് നമ്പേഴ്സ് ആർ 4 and 2. 4 + 2 gives 6. 4 × 2 gives 8. So this can be factorized as x + 4 × x + 2. So there are two factors. The one is x + 4 and the other one is x + 2. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് മെത്തേഡ് ഓഫ് ഫാക്ടറൈസേഷൻ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയല്ലോ? ശരിക്കും പഠിക്കുക. സീറോസ് കണ്ടുപിടിക്കാൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന സംഭവം എന്താണ്? സീറോസ് കണ്ടുപിടിക്കാൻ ഒന്നാമത്തെ മെത്തേഡാണ് ഫാക്ടറൈസേഷൻ. ആ ഫാക്ടറൈസേഷനുമായി ബന്ധപ്പെട്ടിട്ട് ടൈപ്പ്
1 ആണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് ടൈപ്പ് ഏത് ഫോം? എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി ഈക്വൽ ടു എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി. ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഫാക്ടറൈസ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ടൈപ്പ് നമ്മൾ പറഞ്ഞു സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് എന്നാണ് നമ്മൾ പറയാം. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം. ഈ മെത്തേഡിന് പറയുന്ന പേര് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് എന്നാണ്. മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യാം. മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ശ്രദ്ധിക്കാം. ഫോർ എക്സാമ്പിൾ 6x സ്ക്വയർ മൈനസ് 7x മൈനസ് 3. ഈ പോളിനോമിയലിന്റെ പ്രത്യേകത എല്ലാവരും മനസ്സിലാക്കിയല്ലോ. എന്താണ് ഈ പോളിനോമിയലിന്റെ പ്രത്യേകത? എ എക്സ് സ്ക്വയർ എന്നുള്ളടത്ത് 1 അല്ല. ഇങ്ങനെയുള്ള പോളിനോമിയലാണ് ഈ കാറ്റഗറിയിൽ വരിക. അതായത് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ഈസ് അതർ ദാൻ 1. അപ്പോൾ നമ്മൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ മെത്തേഡിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ശ്രദ്ധിക്കണത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സം എന്ന് പറയുമ്പോൾ മിഡിൽ ടേമിന്റെ കോഎഫിഷ്യന്റ് തന്നെയാണ്, എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് സം ആക്കി എടുക്കേണ്ടത്. എന്നാൽ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഇവിടുത്തെ നമ്പറും ഈ നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അഥവാ -18 എന്നാണ് വരിക. 6 ഇൻറ്റു -3 -18. മിഡിൽ ടേമിന്റെ കോഎഫിഷ്യന്റ് സമ്മാണ്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റും ഈ നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി രണ്ട് നമ്പർ കണ്ടുപിടിക്കുക. ഏതാണ് രണ്ട് നമ്പർ? നമുക്കറിയാം. നിങ്ങൾ പറയൂ, ഏതാണ് നമ്പറുകൾ? വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും. നെഗറ്റീവ് പോസിറ്റീവ് നമ്പേഴ്സ് ആയതുകൊണ്ട് നമ്മൾ മൈൻഡ് വർക്കൗട്ട് ചെയ്യണം. അതായത് -9ഉം 2ഉമാണ് വരിക. -9ഉം 2ഉം ആഡ് ചെയ്താൽ -7, -9ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്താൽ -18. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ നമ്പറാണ് ഈ മിഡിൽ ടേമിലായിട്ട് വരേണ്ടത്, സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഈ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ശ്രദ്ധിക്കട്ടെ. ഞാൻ എഴുതണം, ശ്രദ്ധിക്കുക. 6x സ്ക്വയർ -9x പ്ലസ് 2x. മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്തു. നോക്കുമ്പോൾ ഇവിടെ -7 ആണ്. -9 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ -7 ആണ്. -3. ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ ഫസ്റ്റ് ടേം ആസ് വെൽ ആസ് ദ ലാസ്റ്റ് ടേം. ഫസ്റ്റ് ടേമിനോ ലാസ്റ്റ് ടേമിനോ ഒരു ചേഞ്ച് ഉണ്ടാവില്ല. മിഡിൽ ടേമിനെ മാത്രം നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു? ഇതിന്റെ ബേസിൽ സ്പ്ലിറ്റ് ചെയ്തു. -9ഉം 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഈ രണ്ട് ടേമും നോക്കുമ്പോൾ ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ട് ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. വാട്ട് ആർ ദ ടു ടേംസ്? ഈ രണ്ട് ടേമിൽ ആരൊക്കെ കോമൺ ആയിട്ടുള്ളത്? 3 കോമൺ ആണ്, എക്സും കോമൺ ആണ്. അപ്പൊ നമുക്ക് 3x വെളിയിലെടുക്കാം. 3x വെളിയിലെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താണ്ടാവുക? 2x ഉണ്ടാവുക. കാരണം 3 ഇൻറ്റു 2 ആണ് 6. എക്സിന്റെ എക്സ് ആണ് x സ്ക്വയർ മൈനസ് ഇവിടെ എന്ത് വരും? 3 എന്ന് വരും. പ്ലസ് ഈ 2x - 3നെ നമ്മളൊരു ബ്രാക്കറ്റിനുള്ളിലാക്കി കഴിഞ്ഞാൽ 2x - 3 ഒരു ബ്രാക്കറ്റിലാണ്. പുറത്ത് ആരുമില്ല. അപ്പൊ നമുക്ക് 1 ഇൻറ്റു 2x - 3. ഇവിടെ രണ്ടിലും 2x - 3 ആരാണ്? കോമൺ ആണ്. അപ്പൊ നമുക്ക് 2x - 3 ഇൻറ്റു 3x പ്ലസ് 1. അപ്പൊ നമുക്ക് എന്തായി? ദീസ് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് ദിസ് പോളിനോമിയൽ. ഇപ്പൊ മനസ്സിലായാലും എല്ലാവർക്കും? യെസ്. ശ്രദ്ധിക്കുക. വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് എന്ന് പറയുന്നത് ഫാക്ടറൈസേഷനിലെ രണ്ടാമത്തെ രീതിയാണ്. ഈ രീതി പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രീതി എപ്പോഴാണ് അപ്ലൈ ചെയ്യുക? എ എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് അതർ ദാൻ 1 വരുമ്പോഴാണ് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യുക. ഈ മെത്തേഡിന്റെ പ്രത്യേകത എന്താണ്? നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. പക്ഷേ സം എന്ന് പറയുമ്പോൾ മിഡിൽ ടേം എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് -7. പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റും കോൺസ്റ്റന്റും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ആൻഡ് ദ കോൺസ്റ്റന്റ് ടേം. അപ്പോൾ 6ഉം -3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -18. അപ്പോൾ നമ്മൾ ആ രണ്ട് നമ്പറും മൈൻഡിലുണ്ട്. -9ഉം 2ഉം ആഡ് ചെയ്താൽ -7 ആണ്. -9ഉം 2ന്റെയും പ്രൊഡക്റ്റ് -18 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ മിഡിൽ ടേമിനെ ഈ രൂപത്തിൽ സ്പ്ലിറ്റ് ചെയ്തു. -9x ഉം 2x. ഇവിടെ ഫസ്റ്റ് ഇത് തന്നെയാണ്
-3 ആണ് ലാസ്റ്റ്. ഇനി ഇത് രണ്ടിനും കോമൺ ആയിട്ട് 3x എടുത്തു. ഇവിടെ 2x - 3 ഇവിടെ ഉണ്ട്. ഈ രണ്ടിലും 2x - 3 കോമൺ ആണ്. അപ്പോൾ 3x + 1 അങ്ങനെ. ഓക്കെ ഫൈൻ. നിങ്ങൾ എഴുതിയെടുക്കുക, ചെയ്ത് നോക്കുക കേട്ടോ. ഇതാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേറെ ഒരു ചോദ്യം ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കാം. ഇനി സ്പ്ലിറ്റിംഗ് ദ മിഡിൽ നമുക്ക് പ്രോബ്ലങ്ങൾ ഇനി കൂടുതൽ നമുക്ക് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ മെത്തേഡ് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ മെത്തേഡ് ഏത്? രണ്ടാമത്തെ മെത്തേഡ് ഫോർമുല, അതായത് സീറോസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. അതായത് ഇപ്പൊ നമ്മൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ സീറോ കാണാൻ ax² + bx + c ആണല്ലോ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ സ്റ്റാൻഡേർഡ് ഫോം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോർമുല -b ± √b² - 4ac/2a എന്നാണ്. ഈ ഫോർമുല എല്ലാവരും പഠിച്ചു വെക്കണം. ഇത് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലും ഈ ഫോർമുല വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏത് പ്രോബ്ലം ആട്ടെ നമുക്കിതിൻ്റെ സീറോസ് കണ്ടുപിടിക്കാൻ, ഇപ്പോൾ ഫാക്ടറൈസേഷൻ വേണ്ടത്ര പരിചയമില്ലാത്ത അറിയാത്ത ആളുകൾക്കൊക്കെ ഈ ഫോർമുല ബേസിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം തന്നെ ഇതിൽ എടുക്കുകയാണെങ്കിൽ 6x² - 7x - 3 എന്നല്ലേ നമ്മൾ പ്രോബ്ലം. ഓക്കെ, -3 ആണ് ഈ പ്രോബ്ലം. ഈ പ്രോബ്ലത്തിൽ നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ ചെയ്യാൻ നോക്കാം. ഇവിടെ a = എന്താണ് 6 ആണ്, b = -7 ആണ്, c = -3 ആണ്. ആദ്യം നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഈ b² - 4ac കണ്ടുവെക്കാം. b² - 4ac = -7² - 4 × 6 × -3. അപ്പം നമുക്ക് എത്ര 49 പ്ലസ് മൈനസ് പ്ലസ് ആണല്ലോ. ഇതിനാണ് പ്രൊഡക്റ്റ് നമ്മൾ കാണണം. ഇതിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് എത്ര കിട്ടുക? 72 എന്നാണ് കിട്ടുക അല്ലേ? കാരണം 4 × 3 12 ആണ്, 6 × 12 72. അപ്പോൾ ഇതിനൊരു സം എത്ര കിട്ടും? 121 അല്ലേ? യെസ്, 121 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -b, ശ്രദ്ധിക്കുക എല്ലാവരും, -b ± പേടിക്കൊന്നും വേണ്ട. ± എന്നാൽ പ്ലസും മൈനസും ഒരുമിച്ച് ചെയ്താണ്. ± √121 / 2a. 2a എന്ന് പറയുമ്പോൾ 2 × 6. ഇവിടെ 37 ± √121 എന്ന് പറഞ്ഞാൽ 11 ആണ് /12 ആണ്. എന്നിട്ട് നമുക്ക് 7 + 11 18/12 7 - 11. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 7 + 11/12 7 - 11/12 എന്ന് എഴുതാം. അപ്പൊ 7ഉം 11ഉം ആഡ് ചെയ്താൽ 18/12. ഇതോ -4/12. നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3/2 എന്ന് ലോവസ്റ്റ് ടേമിൽ എഴുതാം. ഇത് കട്ട് ചെയ്യുമ്പോൾ -1/3 എഴുതാം. ഇതാണ് രണ്ട് സീറോസ്. നമ്മൾ നേരത്തെ ഫാക്ടറൈസേഷൻ എഴുതിയിട്ട് പിന്നെ അതിന് സീറോസ് കണ്ടുപിടിക്കാമല്ലോ. ഫാക്ടേഴ്സ് ഇതിന്റെ ഫാക്ടേഴ്സ് നമ്മൾ നേരത്തെ എഴുതിയപ്പോൾ കിട്ടിയതിൽ നിന്ന് നമുക്ക് സീറോസ് കണ്ടുപിടിക്കാം. അങ്ങനെ കിട്ടുന്ന സീറോസ് ആണ്. അതായത് നമുക്ക് നേരിട്ട് സീറോസ് ആണ് കണ്ടുപിടിക്കുക. ഫാക്ടേഴ്സ് ആക്കാതെ വരുമ്പോൾ നേരിട്ട് ഫോർമുല വഴി സീറോസിലെത്തും. ഓക്കെ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഫോർമുല മെത്തേഡ് എന്ന് പറയുന്നത്. ഒന്നുകൂടി ക്ലിയർ ആക്കി പറഞ്ഞാൽ നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്. ഫാക്ടറൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡും
ഫോർമുല എന്ന് പറയുന്ന മെത്തേഡും ഫാക്ടറൈസേഷൻ തന്നെ രണ്ടെണ്ണം ഉണ്ട്, സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേമും പിന്നെ എക്സ് പ്ലസ് എൻ്റെ എക്സ് പ്ലസ് ബി ഫോമും. അത് കഴിഞ്ഞാൽ ഫോർമുലയാണ്. ഫോർമുല ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോർമുല ഓർമ്മയിലുണ്ടെങ്കിൽ കാണാതെ പഠിക്കുകയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീറോസ് കണ്ടുപിടിക്കാൻ കഴിയും. ഇനി ഇങ്ങനെ ഞാൻ ഹോംവർക്ക് തരാൻ നിങ്ങൾക്ക് പിന്നെ റൈറ്റ് ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ. നമുക്കിപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് പ്രോബ്ലംസ്. ഒന്നാമത്തെ പ്രോബ്ലം സീറോസ് കണ്ടുപിടിക്കാനാണ്. 4x² - 1. രണ്ടാമത്തത് x² - 7x + 12. മൂന്നാമത്തത് 100x² - 81. നാലാമത്തത് 25x² + 5x. അഞ്ചാമത്തത് x² - x - 2. ഇങ്ങനെ 5 പ്രോബ്ലംസാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത്. ഇതൊക്കെ നമ്മൾ ടൈപ്പ് ഫാക്ടറൈസേഷൻ്റെ ടൈപ്പ് 1 പെട്ടാണ്. ടൈപ്പ് 2 പിന്നെ അസൈൻമെൻറ്റ് തരാൻ നിങ്ങൾക്ക് പ്രോബ്ലം തരാം കേട്ടോ. ഓക്കെ, ഇതാണ് നമുക്ക് പഠിക്കാനുള്ള സീറോസ്.